ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇതിനു മുൻപ് ഷെസ്റ്റോക്കോവായിലെ മാതാവിൻ്റെ അത്ഭുതകരമായ കാര്യങ്ങൾ കേൾക്കുകയുണ്ടായി, 4 ഭാഗമായിട്ട്. ഈ വരുന്ന ജൂൺ 27 നിത്യസഹായ മാതാവിൻ്റെ തിരുനാളാണ്. ആ തിരുനാളിന് ഒരാഴ്ച മുമ്പ് ഒരുങ്ങി പ്രാർത്ഥിച്ചാൽ വലിയ സ്വർഗീയ ഇടപെടലുകൾ നമുക്ക് ലഭിക്കും. കാരണം ആ ചിത്രം, ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ ചിത്രം, പിന്നെ റഷ്യയിലെ പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ ഹൊഡെഗ്രേറ്റിയ എന്ന് പറയുന്ന ഒരു ചിത്രം, യഥാർത്ഥ വഴിയിലേക്ക് നയിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രം, അതുപോലെ റോമൻ ജനതയുടെ സംരക്ഷക, പ്രൊട്ടക്ട്രസ് ഓഫ് റോമൻ പീപ്പിൾ, അങ്ങനെയുള്ളൊരു ചിത്രം, പിന്നെ നിത്യസഹായ മാതാവിൻ്റെ ചിത്രം. ഈ 4 ചിത്രങ്ങളും വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ വരച്ചതാണ്. നമ്മളത് ഈ ഷെസ്റ്റോക്കോവ മാതാവിനെ കുറിച്ച് പറഞ്ഞ 4 പങ്കുവയ്ക്കലുകളിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇന്നു മുതൽ 7 ദിവസം നമുക്ക് നിത്യസഹായ മാതാവിൻ്റെ നൊവേന ചൊല്ലി നിത്യസഹായ മാതാവിന് സ്തുതികളർപ്പിച്ച് മാതാവിൻ്റെ മാധ്യസ്ഥം തേടാം. അന്ത്യകാലം, അവസാന കാലം എന്നൊക്കെ നമ്മൾ പലയിടത്തുനിന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം മുതൽ അന്ത്യം വരെ നമ്മെ സഹായിക്കാൻ നമുക്കായിട്ട് ഈശോ തന്നതാണ് അവർ ലേഡി ഓഫ് പെർപെച്വൽ സക്കർ, നിത്യസഹായ മാതാവ്. നിത്യവും സഹായിക്കും. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് എങ്ങനെയാണ് ഈ വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ ഈ 4 ചിത്രങ്ങൾ വരയ്ക്കാൻ ഉണ്ടായ ചരിത്രം. ഒരിക്കൽ കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ചുരുക്കമായിട്ട് ഞാൻ പറയുകയാണ്. പരിശുദ്ധ അമ്മയെ വിശുദ്ധ യോഹന്നാനെ ഏൽപ്പിച്ചപ്പോൾ ഈശോ കുരിശിൽ കിടന്ന് ഏൽപ്പിച്ചുവല്ലോ. അങ്ങനെ യോഹന്നാൻ്റെ വീട്ടിലേക്ക് അമ്മ താമസം മാറ്റുന്നു. അപ്പോൾ നസ്രത്തിൽ നിന്നും പോന്നപ്പോൾ ചുരുക്കം ചില സ്വകാര്യ വസ്തുക്കൾ മാത്രമേ അമ്മ കൂടെ കൊണ്ടുവന്നുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു മേശയാണ്. അത് തിരുക്കുടുംബം നസ്രത്തിലായിരുന്നപ്പോൾ വിശുദ്ധ ഔസേപ്പിതാവിൽ നിന്നും പഠിച്ചതനുസരിച്ച് ഈശോ സൈപ്രസ് തടി കൊണ്ട് ആദ്യം നിർമ്മിച്ച മേശയാണ് അത്. അമ്മയ്ക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഈ ടേബിളിലിരുന്നാണ് ഈ ടേബിളിലാണ് അമ്മ എല്ലാ ജോലികൾ ചെയ്തതും. അതുപോലെ അമ്മയുടെ കണ്ണുനീരും നെടുവീർപ്പുകളൊക്കെ ഈ ടേബിൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയെ അനുഗമിച്ച എല്ലാ ഭക്ത സ്ത്രീകളും ഭക്തകന്യകകൾ പരിശുദ്ധ അമ്മയോടൊപ്പം താമസിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ആത്മീയ നേതൃത്വത്തിലായിരുന്നു അവർ. അങ്ങനെ അവരെയാണ് ആദ്യത്തെ സ്ത്രീ സന്യാസ സമൂഹമായിട്ട് പറയുന്നത്. അങ്ങനെ സുവിശേഷം രചിക്കാൻ വേണ്ടി വിശുദ്ധ ലൂക്ക അതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ അമ്മയെ സന്ദർശിച്ച് കാര്യങ്ങളൊക്കെ അറിയാം എന്ന് വിചാരിച്ച് നിത്യേന എന്ന പോലെ ഈ വീട്ടിൽ എത്തിയിരുന്നു. ഈശോയെക്കുറിച്ച് പരിശുദ്ധ അമ്മയിൽ നിന്നും വ്യക്തമായി ആഴത്തിൽ അറിയുക, അതായിരുന്നു ഉദ്ദേശം. അങ്ങനെ വന്നപ്പോൾ ഈ കന്യകമാർ അമ്മയുടെ ഒരു ചിത്രം വരച്ചു താ എന്ന് പറഞ്ഞു. കാരണം ലൂക്കാ സുവിശേഷകൻ ഒരു ചിത്രകാരൻ കൂടിയായിരുന്നല്ലോ. അങ്ങനെയാണ് ഈശോ നിർമ്മിച്ച ഈ മേശയിലാണ് വിശുദ്ധ ലൂക്ക ഉണ്ണീശോയെ കരങ്ങളിലേന്തിയ പരിശുദ്ധ അമ്മയുടെ ചിത്രം വരച്ചത്. അമ്മയെ നോക്കിയിരുന്ന് അമ്മയോട് ആ അടയാളങ്ങളും കാര്യങ്ങളും ചോദിച്ച് വരച്ച ചിത്രമാണ് ലോകം കണ്ട ആദ്യത്തെ ദൈവപുത്രൻ്റെ ചിത്രം. ഉണ്ണീശോയുടെ ചിത്രം, പരിശുദ്ധ അമ്മയുടെ ചിത്രം. അപ്പോൾ ഈ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനോടൊപ്പം 3 ചിത്രങ്ങളും കൂടി വരച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അമ്മയെ നിത്യം സന്ദർശിച്ചപ്പോൾ വിശുദ്ധ ലൂക്ക
3 ചിത്രങ്ങൾ കൂടെ പിന്നെ വരച്ചു അമ്മയെ നോക്കിക്കൊണ്ട്. അങ്ങനെ 4 ചിത്രങ്ങളാണ് ലൂക്കാ സുവിശേഷകൻ വരച്ചിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെയാണ് ഷെസ്റ്റോക്കോവ മാതാവ് എന്നറിയപ്പെടുന്ന മാതാവ്. അടുത്തതാണ് ഹോഡെഗ്രേറ്റിയ, യഥാർത്ഥത്തിൽ വഴി തെളിയിക്കുന്നവർ. അതിനെയാണ് പിന്നീട് റഷ്യയിലെ മാതാവായി മാറുന്നത്. അത് രണ്ടാമത്തെ മാതാവ്. മൂന്നാമത്തെ മാതാവാണ് റോമൻ ജനതയുടെ സംരക്ഷക, പ്രൊട്ടക്ട്രസ് ഓഫ് ദ റോമൻ പീപ്പിൾ. നാലാമത്തെയാണ് നിത്യസഹായ മാതാവ്. നിത്യസഹായ മാതാവിൻ്റെ തിരുനാളാണ് ജൂൺ 27-ാം തീയതി. അപ്പോൾ നമുക്ക് ഇന്നു മുതൽ നിത്യസഹായ മാതാവിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാം. അതിനോടൊപ്പം ഷെസ്റ്റോക്കോവ മാതാവ് നടത്തിയ അത്ഭുതങ്ങളുടെ ചരിത്രവും നമുക്ക് ഇന്നു മുതൽ എന്ന് പറഞ്ഞാൽ 4 തവണ ഞാനിതിൻ്റെ ഓഡിയോ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇന്ന് 5-ാമത്തെ ഭാഗമാണ്. ഈ ഷെസ്റ്റോക്കോവ മാതാവിനെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു. മാതാവിൻ്റെ ചിത്രത്തിൻ്റെ അത്ഭുതവും സാമൂഹ്യദ്രോഹികൾ അതിനെ കുത്തിമുറിവേൽപ്പിച്ചതും അമ്മയുടെ കവിളത്ത് കാണുന്ന ആ വലിയ മുറിവും അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ പങ്കുവയ്ക്കലിൽ നമ്മൾ കണ്ടതാണ്. ഇന്ന് ഷെസ്റ്റോക്കോവ മാതാവ്, അതായത് ലൂക്കാ സുവിശേഷകൻ അമ്മയെ നോക്കി വരച്ച ആദ്യത്തെ ചിത്രം, ആ ചിത്രത്തിൽ നിന്നുണ്ടായിട്ടുള്ള അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. പണ്ട് ദക്ഷിണ മധ്യ പോളണ്ടിലെ ഖാലിസ് പ്രവിശ്യയിൽ ഒരു വില്ലേജ് ഉണ്ട്. നല്ല സുന്ദരമായൊരു വില്ലേജ് പോളണ്ടിൽ കേട്ടോ. ആ വില്ലേജാണ് സബ്രാവ് എന്ന് പറയുന്നൊരു വില്ലേജ്. അവിടെ ഒരു കൂട്ടം യുവാക്കൾ നാടകം പരിശീലനം നടത്തുകയായിരുന്നു. അപ്പോൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തൂക്കിലേറ്റ ഒരാളുടെ രംഗമാണ് അവർ അഭിനയിച്ചിരുന്നത്. അങ്ങനെ റിഹേഴ്സലുകളൊക്കെ നടത്തി. അപ്പോൾ ആ നഗരത്തിലെ നോട്ടറിയുടെ മകൻ വലൻ്റൈൻ സൊറാനിസ്കിയാണ് ആ രംഗം അഭിനയിച്ചത്. അതായത് തൂങ്ങി മരിക്കുന്നവൻ അവനാണ്. നല്ല അഭിനയമായിരുന്നു. അന്ന് റിഹേഴ്സലായിരുന്നു, നാടകം നടത്താറായിട്ടുണ്ട്. അപ്പോൾ റിഹേഴ്സൽ നടത്തുന്ന സമയത്ത് സാധാരണ പോലെ അവർ യുവാവിനെ മരക്കൊമ്പിൽ കെട്ടിത്തൂക്കി അഭിനയം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഈ കുരുക്ക് യഥാർത്ഥത്തിൽ അവൻ്റെ കഴുത്തിൽ വീണു. അപ്പോൾ വാലന്റൈൻ മരണവെപ്രാളമിട്ടു. അപ്പോൾ കൂട്ടുകാർ വിചാരിച്ചു, എന്തൊരു അഭിനയം, എന്ത് രസമായിട്ട് അവൻ അഭിനയിക്കുന്നത്. അങ്ങനെ മരണവെപ്രാളത്തിൽ കൈകാലിട്ടടിക്കുമ്പോഴും ഈ സുഹൃത്തുക്കൾ ആർത്തട്ടഹസിച്ച് സന്തോഷം കൊണ്ട് ആർപ്പിട്ടു. കാരണം അവൻ അഭിനയിക്കുകയാണെന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ്റെ മുഖം വികൃതമായി. പിന്നീടാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇവൻ യഥാർത്ഥത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. അങ്ങനെ അവർ പേടിച്ചു. അവനെ താഴെ ഇറക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർക്ക് പറ്റിയില്ല. അവരെല്ലാവരും അവനെ അവിടെ ഇട്ട് ഓടിപ്പോയി. കൊലപാതക കുറ്റം അവരുടെ മേൽ ചുമത്തിയാലോ എന്ന് പേടിച്ച്. പിന്നെ വൈകുന്നേരം 6 മണിയായി, അവൻ വീട്ടിലെത്തിയില്ല. അങ്ങനെ മാതാപിതാക്കൾ ഇവനെ തേടി ഇറങ്ങി. ബന്ധുക്കളും നാട്ടുകാരൊക്കെ തേടി കണ്ടുപിടിച്ചു ഇവിടെ മകൻ്റെ മൃതദേഹം തൂങ്ങിക്കിടക്കുന്നത്. അവർക്ക് മനസ്സിലായില്ല നാടകം അഭിനയിക്കാൻ പോയ മകന് എന്താ പറ്റിയത്. അവരെല്ലാവരും തളർന്നിരുന്നു. അപ്പോൾ ഇവൻ്റെ മാതാപിതാക്കൾ പരിശുദ്ധ അമ്മയെ ഓർത്തു. ഷെസ്റ്റോക്കോവ മാതാവിനെ അവർ ഓർത്ത് പ്രാർത്ഥിച്ചു. ഈശോയെ മടിയിൽ വെച്ച് ഹൃദയം നൊന്ത പരിശുദ്ധ അമ്മയെ അവരോർത്തു. എന്നിട്ട് പറഞ്ഞു, മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ്റെ മേൽ ദൈവം മേരിക്ക് അധികാരം നൽകി. അതുപോലെ അവനിലൂടെ അവൾക്ക് നൽകപ്പെട്ട മനുഷ്യമക്കളുടെ മേലും ആത്മീയവും ശാരീരികവുമായ എല്ലാ കാര്യങ്ങളിലും ദൈവം അധികാരം നൽകിയിട്ടുണ്ട്. അവിടെ തന്നെ അവർ മുട്ടുകുത്തി ജാസ്ന ഘോര മാതാവിനോട് ഞങ്ങളുടെ മകൻ്റെ ജീവൻ തിരിച്ചു തരണമേ എന്ന് വലിയ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ അപേക്ഷിച്ചു. വാലന്റൈൻ അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു. ശരീരം നീല നിറമായി. മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. അവരിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാലന്റൈൻ്റെ ഹൃദയസ്പന്ദനം വീണ്ടും തുടങ്ങുന്നത് പോലെ പെട്ടെന്ന് അവൻ ചെറുപുഞ്ചിരിയോടെ എഴുന്നേറ്റിരുന്നു. പരിശുദ്ധ അമ്മയെ കണ്ട ആ പുഞ്ചിരി. മാതാവിൻ്റെ സന്ദർശന വേളയിൽ ഈ മകനും
ലഭിച്ചിട്ടുണ്ടാകും അമ്മയുടെ ദർശനം. ജ്ഞാനം 8:16 രേഖപ്പെടുത്തുന്നു, അവളുടെ മൈത്രിയിൽ തിക്തത സ്പർശമില്ല. അവളോടൊത്തുള്ള ജീവിതം ദുഃഖരഹിതമാണ്, ആഹ്ലാദവും ആനന്ദവും മാത്രം. അവിടെ കൂടിയ ജനം മുഴുവൻ മാതാവിനും അതുപോലെ അമ്മയിലൂടെ അത്ഭുതം നടത്തിയ യേശു തമ്പുരാനും നന്ദിയും സ്തുതിയും ഈശോയ്ക്ക് ആരാധനകളും സമർപ്പിച്ചു. അങ്ങനെ വലൻ്റെനും മാതാപിതാക്കളും ബന്ധുക്കളോടൊപ്പം ജസ്നാഗോരയിലേക്ക് തീർത്ഥാടനം നടത്തുകയും അവിടെ ചെന്ന് മാതാവിന് നന്ദി അർപ്പിക്കുകയും ചെയ്തു. ഈ അത്ഭുതം അവിടെ സാക്ഷ്യപ്പെടുത്തി. ഇത് കെട്ടുകഥകളല്ല, കാരണം ഇതിൻ്റെ തെളിവായി ജസ്നാഗോര ചാപ്പലിൻ്റെ മേൽത്തട്ടിൽ ഈ സംഭവം ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. 1564 ഇത് ഉണ്ടായിട്ടുള്ളത്. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, അവിടുത്തെ പ്രവർത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവിൻ. സങ്കീർത്തനം 105:1 ഇങ്ങനെ പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, യേശു ദൈവമാണെങ്കിൽ പരിശുദ്ധ അമ്മ ദൈവമാതാവാണ് എങ്കിൽ യേശു ചെയ്ത എല്ലാ കാര്യങ്ങളും അമ്മയ്ക്കും ചെയ്യുവാനായിട്ട് പിതാ പുത്ര പവിത്രാത്മൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. നമുക്കിന്ന് ചിന്തിക്കാം. യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസമാണ് നമ്മളിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തിരുഹൃദയത്തിലെ ആദ്യത്തെ അറയിൽ പരിശുദ്ധ അമ്മയാണുള്ളത്. ഈ അമ്മയെയും മോനെയും വേർതിരിക്കാൻ പറ്റില്ല, അത് ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സംയുക്ത ഹൃദയങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അമ്മ ചെയ്തതെല്ലാം യേശു പറഞ്ഞിട്ടാണ്. യേശു പറയുന്നതെല്ലാം മാത്രമാണ് അമ്മ ചെയ്യുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് യേശുവിലൂടെ എല്ലാം സാധിക്കും. നമുക്കിന്നു മുതൽ ഓർക്കാം, വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ നമ്മുടെ അമ്മയെ നോക്കി ഇരുന്ന് വരച്ച ചിത്രങ്ങൾ. അതിലൊരു ചിത്രം ഷെസ്റ്റോക്കോവ മാതാവിൻ്റെ ചിത്രം. അതേപോലെ തന്നെ വരച്ചതാണ് ബാക്കി 3 ചിത്രങ്ങളും. ഏറ്റവും നമ്മൾക്കറിയുന്നത് നിത്യസഹായ മാതാവിൻ്റെ ചിത്രമായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെയൊരു ചിത്രത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ആരാലും അറിയപ്പെടാത്ത ഈ ഷെസ്റ്റോക്കോവ മാതാവിനെ അറിയിക്കാൻ ഞാനൊരു പരിശ്രമം നടത്തുകയാണ്. ഷെസ്റ്റോക്കോവ മാതാവിനോട് പ്രാർത്ഥിച്ചു നോക്കൂ, നിങ്ങളെയും മാതാവ് അനുഗ്രഹിക്കും. എനിക്ക് കുറേ അടയാളങ്ങൾ അമ്മ ഇതിനകം തന്നു കഴിഞ്ഞു. അമ്മയുടെ കവിളത്തുണ്ടായ മുറിവ് എങ്ങനെയാണെന്ന് നിങ്ങൾ കഴിഞ്ഞ പങ്കുവയ്ക്കലുകളെടുത്ത് നോക്കി മനസ്സിലാക്കുക. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഈ ഓഡിയോ മെസ്സേജ് അയക്കുന്നത്. ജൂൺ 27 പരിശുദ്ധ അമ്മയുടെ നിത്യസഹായ മാതാവിൻ്റെ തിരുനാളാണ്. ഇന്നു മുതൽ മാതാവിൻ്റെ നൊവേന ചൊല്ലി പരിശുദ്ധ അമ്മയുടെ അത്ഭുത കൃത്യങ്ങൾ ഓർത്ത്, അമ്മ ഈശോയുടെ അറയിലാണെന്ന് ഓർത്ത്, അമ്മയുടെ ഹൃദയത്തിൽ കയറിയാൽ നമ്മൾ ഈശോയുടെ ഹൃദയത്തിലാണ് കയറിയിരിക്കുന്നതെന്ന്, ഈശോയുടെ തിരുഹൃദയത്തിൽ എനിക്ക് വേണ്ടി ഒരു കോഴിക്കൂട് നിർമ്മിക്കണമേ, ഒരു കൂട് നിർമ്മിക്കണമേ എന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ, നിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന അമ്മ, നിൻ്റെ എല്ലാ ദുഃഖങ്ങളിലും ചേർന്ന് നിന്ന അമ്മ, എല്ലാ സുഹൃതങ്ങളും തികഞ്ഞ അമ്മ, ആ അമ്മയുടെ ഒരു സുഹൃതമെങ്കിലും ഞങ്ങൾക്ക് നൽകാൻ കനിവുണ്ടാകണമേ അമ്മയിലൂടെ. നമുക്ക് പരിശുദ്ധ അമ്മയോട് ഇന്നു മുതൽ പ്രാർത്ഥിക്കാം. നിത്യവും സഹായിക്കുന്നവളാണ് അവൾ. ഇന്ന ടൈമിൽ ഇത്ര പ്രാവശ്യം എന്നില്ല, എപ്പോഴും സഹായിക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് ഓർക്കാം. ഷെസ്റ്റോക്കോവ മാതാവിനെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യസഹായ മാതാവിൻ്റെ നൊവേന ഇന്നു മുതൽ നമുക്ക് ചൊല്ലാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.